റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ഓസ്ട്രേലിയൻ താരം ജേസൺ ഹേസൽവുഡ് IPL കളിക്കുന്ന കാര്യം സംശയത്തിൽ. ഇതിനെ തുടർന്ന് കുറച്ചു കാലമായി ജേസൺ ഹേസൽവുഡ് കളിക്കളത്തിന് പുറത്താണ്. 2025-26 കാലഘട്ടത്തിൽ നടന്ന ആഷസ് T20 പരമ്പര എന്നിവയൊക്കെ ഹേസൽവുഡിന് നഷ്ടമായിരുന്നു. തുടർന്ന് ഹേസൽവുഡ് IPL കളിക്കുന്ന കാര്യം സംശയത്തിലാണ്. മുഴുവൻ വാർത്തകൾക്ക് പോകുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഹേസൽവുഡ് നിലവിൽ മെഡിക്കൽ ക്ലിയറൻസിനായി കാത്തിരിക്കുകയാണ്. ഇത് ലഭിച്ചാൽ മാത്രമാണ് IPL കളിക്കാനാവൂ. RCB കിരീടം ചൂടിയപ്പോൾ അതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ഹേസൽവുഡ്. RCBക്ക് 2026 IPL ഇറങ്ങുമ്പോൾ ഇത് തിരിച്ചടിയാകും എന്ന കാര്യം ഉറപ്പാണ്. IPL താരത്തിന് IPL ആകുമ്പോഴത്തും ക്ലിയറൻസ് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് RCB ആരാധകർ ഉള്ളത്. മറ്റൊന്ന്, ഈ ഒരു സീസണിന് വേണ്ടിയുള്ള മുന്നോക്കം 10 ടീമുകളും ആരംഭിച്ചു കഴിഞ്ഞു. മാർച്ച് 28-നാണ് ആദ്യ മത്സരം. RCB ഹൈദരാബാദുമായിട്ടാണ് ഉദ്ഘാടന മത്സരമുള്ളത്. ആദ്യ മത്സരം രാജസ്ഥാൻ റോയൽസുമായാണ്. 44 വയസ്സായിരുന്ന ക്യാപ്റ്റൻ കൂൾ ധോണി കളിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ചെന്നൈ ആരാധകർ. ഈ ആശങ്കയ്ക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ് CSK CEO. ധോണി എല്ലാ മത്സരം കളിക്കും, തങ്ങൾക്ക് വേണ്ടി എല്ലാ മത്സരം കളിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് CEO കാശി വിശ്വനാഥൻ. ധോണി കളിക്കും എന്നുറപ്പായപ്പോൾ ധോണിയാണോ മലയാളി സൂപ്പർ സ്റ്റാർ സഞ്ജു ആണോ മെയിൻ വിക്കറ്റ് കീപ്പറെന്ന് എല്ലാ ആരാധകർക്കും സംശയമുണ്ട്. അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണെന്നോ, ധോണിയാണോ സഞ്ജു ആണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാനാകില്ല, അത് കോച്ചും മാനേജ്മെൻറ്റുമാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല എന്നായിരുന്നു ഉത്തരം. MS ധോണി വിക്കറ്റ് കീപ്പർ ബാറ്ററായാണോ അതോ ബാറ്റർ മാത്രമായാണോ അതോ ഇമ്പാക്റ്റ് പ്ലെയറായിട്ടാണോ കളിക്കുക എന്ന് മാനേജ്മെൻറ്റാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 31-ന് രാജസ്ഥാനെതിരെ, മാർച്ച് 3-ന് പഞ്ചാബിനെതിരെയാണ് ചെന്നൈയുടെ ആദ്യ 2 മത്സരം. 5-ാം തീയതി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെയാണ് ചെന്നൈയുടെ മത്സരം. അപ്പോൾ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.